അർജന്റീന വീണ്ടും എത്തുകയാണ് ലോകകപ്പിന്റെ വേദിയിൽ. ലയണൽ മെസ്സിയും സംഘവും ഇന്ന് മത്സരിക്കുന്നത് ഓസ്ട്രിയക്കെതിരെയാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ, അർജന്റീന ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം. ഡാളസിലെ സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ പ്രവഹിക്കുകയാണ് നീല വെള്ള ജേഴ്സിയിൽ. ഓസ്ട്രിയയ്ക്ക് ലയണൽ മെസ്സിയെ തടഞ്ഞു നിർത്തുക സാധ്യമാകുമോ? ഒരുപാട് ആശങ്കയോടുകൂടി ഓസ്ട്രിയൻ ആരാധകരെങ്കിലും ആലോചിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെങ്കിലും അധികം ഓസ്ട്രിയൻ ആരാധകർ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു പക്ഷേ അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ഒരു കേരള ഫുട്ബോൾ പ്രേമികളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആദ്യ മത്സരത്തിലെ ത്രസിപ്പിക്കുന്ന ജയത്തിന് ശേഷമാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന രണ്ടാം മത്സരത്തിനായി ഇറങ്ങുന്നത്. ഓസ്ട്രിയ മെസ്സിക്കും സംഘത്തിനും എതിരാളികളാവുന്നു. ഡാലസിലെ AT&T സ്റ്റേഡിയത്തിൽ 10:30 കിക്ക് ഓഫ്. മികച്ച ഫോമിലുള്ള ലയണൽ മെസ്സി തന്നെയാണ് അർജന്റീനയുടെ കരുത്തും. എമിലിയാനോ മാർട്ടിനസിന്റെ ഗോൾ കീപ്പിംഗ് മികവ്, റോമറോയും ഒപ്പം ലിസാൻഡ്രോ മാർട്ടിനസും അടങ്ങുന്ന പ്രതിരോധം, ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾ, ഇതൊക്കെ ചേരുമ്പോൾ വലിയ തോതിൽ അർജന്റീനയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നുണ്ട്. കാരണം കോഴിക്കോട് ഫുട്ബോളിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ആരാധകർ അവിടെ കാത്തിരിക്കുന്നുണ്ട് അർജന്റീനയുടെ മത്സരത്തിനായി. അവിടെ പുത്തൻപാലത്തെ ഒരു വേദിയൊക്കെ ഉണ്ട് ഫുട്ബോൾ മത്സരം കാണാൻ, ബിഗ് സ്ക്രീൻ. അവിടെ തടിച്ചു കൂടുന്നതും സ്റ്റേഡിയത്തിലെ പോലെ കാണികളാണ്. അപ്പോൾ എന്താണെങ്കിലും ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ എന്നുള്ള സ്ഥിതി. എങ്കിലും അനീഷ് കുമാറിലേക്ക് പോവുകയാണ്. അനീഷ്, ആളുകൾ എത്തി തുടങ്ങിയല്ലോ. ഇപ്പോഴേ തന്നെ അർജന്റീന ആരാധകർ അതെ കൊടിയൊക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ റെഡിയാണ്. മത്സരം തുടങ്ങാൻ മണിക്കൂറുകളുണ്ട്. എങ്കിൽ പോലും അവരെന്താണ് പറയുന്നത്? അവരുടെ പ്രതീക്ഷ എന്താണ്? ആദ്യ മത്സരത്തിൽ അതിഗംഭീരമായിരുന്നല്ലോ മെസ്സിയും സംഘവും. എന്തോ കളി തുടങ്ങാൻ ഏതാണ്ട് 2.5 മണിക്കൂർ ഇനി ബാക്കിയുണ്ട്. അതായത് സമയം 8 മണി മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ 8 മണി ആയപ്പോൾ തന്നെ ഏതാണ്ട് ഗ്യാലറി നിറയുന്ന അവസ്ഥയിലേക്ക്, ഏതാണ്ട് 60%, 70%-ലധികം സീറ്റുകളിൽ ആൾ വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരാധകർ നേരത്തെ തന്നെ അവരുടെ ഇരിപ്പിടങ്ങൾ കൈയടക്കി 10:30 കളി തുടങ്ങുന്നത്. 8 മണിക്കാണ് വന്ന് സീറ്റ് പിടിച്ചോ? 8 മണിക്ക് സീറ്റ് പിടിക്കാൻ കാരണം ഈ ഒരു സ്റ്റാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ബാൽക്കണി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് കളി കാണുമ്പോൾ ഏറ്റവും ആവേശത്തോടെയാണ് കാണാൻ. കാരണം ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് കണ്ടാൽ അതിൻ്റെതായ ഒരു ഫീല് വേറെ തന്നെയാണ്. അവിടെ നിന്ന് കാണുന്നതിനെക്കാട്ടും ഫീല് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് 3 മണിക്കൂർ മുന്നേ ഒന്ന് ഈ സീറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ വന്നിരുന്നത്. 3 മണിക്കൂർ മുമ്പ് 3 മണിക്കൂർ മുന്നേ പോകുന്നു. സ്ഥലം അത്താണിക്കല്. നേരത്തെ വന്ന് ഇപ്പൊ ഇന്നത്തെ കളി എന്താ പ്രതീക്ഷിക്കുന്നത്? കളി ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. കഴിഞ്ഞ തവണ 3 ഗോള് മെസ്സി തന്നെ അടിച്ച് വിജയിച്ചു. ഇന്നത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഇന്ന് മെസ്സി ഗോൾ അടിക്കും. മെസ്സി കൂടാതെ വേറെ ആരെങ്കിലും അടിക്കും, ഉറപ്പായിട്ടും. എത്ര ഗോൾ അടിക്കും? ഗോൾ അടിക്കുന്ന വെച്ചാൽ ഒരു 2-0. പക്ഷെ അൾജീരിയ പോലൊരു ടീം അല്ല ഓസ്ട്രിയ കഴിഞ്ഞ കളി ജയിച്ച ടീമാണ്. അതെ, തീർച്ചയായും ജയിച്ച ടീമാണ്. ഒരു ടീമിനെയും കുറച്ച് കാണാൻ പറ്റില്ല ഈ ഒരു വേൾഡ് കപ്പിൽ. എല്ലാ ടീമുകളുടെ കൂടെ കളിച്ച ചെറിയ ടീമുകളാണെങ്കിലും അവർ നല്ല കളി കളിച്ചിട്ടുണ്ട്. ഓസ്ട്രിയ പ്രത്യേകിച്ച് നല്ല ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2-0 എന്നുള്ളൊരു സ്കോർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാ കളികളിലും ടെൻഷൻ ഉണ്ട്, ചെറുതായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. പക്ഷെ ജയിക്കും, ഉറപ്പായിട്ടും. എങ്ങനെയാണ്? ഓസ്ട്രിയ അത്ര ചെറിയ മീൻ അല്ല. അൾജീരിയ അല്ല, ഓസ്ട്രിയ അല്ല. കുറച്ച് ടൈറ്റ് കളിയായിരിക്കും. എന്തായാലും നല്ല കരുത്തരായ താരങ്ങളൊക്കെ ഉള്ള ടീമാണ്. ആണ്, നല്ല ടൈറ്റ് കളിയായിരിക്കും. പക്ഷെ നല്ല ഇന്ന് വേറെ കളി കാണാൻ അർജന്റീന. ലാസ്റ്റ് കളി മാറില്ല. സ്കലോണിന്റെ പുതിയ തന്ത്രങ്ങൾ കാണാൻ പറ്റും ഈ പ്രാവശ്യം. കഴിഞ്ഞ തവണ എല്ലാ മുന്നേറ്റങ്ങളും അവസാനിച്ചത് മെസ്സിയിലാണ്. ഒന്ന് ശരിക്ക് മെസ്സിയെ പൂട്ടിയാൽ എന്ത് ചെയ്യും? ബി പ്ലാൻ ഉണ്ടോ? മെസ്സിനെ അങ്ങനെ പൂട്ടാൻ പറ്റില്ല. അത് അങ്ങനെ പ്ലാനായിട്ട് വരും. മെസ്സി വേറെ പ്ലാനായിട്ട് വരും. അത് വേറെ ആളാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അവര് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് അവിടെ ആലോചിച്ച് മെസ്സി വേറെ പ്ലാനായിട്ട് ഉണ്ടാവും. അതാണ് മെസ്സിയാണ് അത്. അതുകൊണ്ട് ഇന്ന് വേറെ നല്ല ടൈറ്റ് കളിയായിരിക്കും. പക്ഷെ അർജന്റീന ജയിച്ചു. വലിയൊരു സ്കോർ ഉണ്ടാവില്ല. വലിയ സ്കോറിനല്ല, പക്ഷെ നല്ല കളിയാണ്. ടൈറ്റ് കളിയായിരിക്കും. പക്ഷെ അർജന്റീന ജയിക്കും. എന്തോ അതാണ് അവര് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ മെസ്സിയെ പൂട്ടിയാൽ ആ പൂട്ട് പൊട്ടിക്കാനുള്ള തന്ത്രങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇനിയും ആരാ ഇന്ന് ജയിക്കുക? മെസ്സി. ആരാ കളിക്കുന്നേ? ആരോടാ കളിക്കുന്നത് ഇന്ന് മെസ്സിയൊക്കെ? ഇപ്പൊ കളി തുടങ്ങാൻ ഇനിയും 2.5 മണിക്കൂറുണ്ട്. നേരത്തെ ഇങ്ങ് പോന്നോ? പിന്നെ സ്ഥലം കിട്ടണ്ടേ? എല്ലാരും വേഗം കയറി ഫുള്ളാവും, ഒറ്റടിക്ക് ഫുള്ളാവും. അപ്പൊ നമുക്ക് കൊടി വീശണ്ടേ? ആവേശമാണോ? കൊടി വീശണം ഇങ്ങനെ അല്ലേ? ഗോളടിച്ച ആവേശമാണോ? അപ്പൊ അതിന് നമ്മൾ ആദ്യം വന്നിക്കും. നിങ്ങളെല്ലാം കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് കളി കണ്ടാൽ ആവേശം. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ വന്നത്. എല്ലാരും ഒരേമാതിരി ആവേശം. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പോലെ അൾജീരിയ അല്ലെന്ന് കളിക്കുന്നത് ഓസ്ട്രിയയാണ്. നല്ല കരുത്തരായ ടീമാണ്. കഴിഞ്ഞ കളി ജയിച്ച ടീം. നമ്മളെ ആരാണെങ്കിലും നമ്മൾ തന്നെ അടിക്കും. അതെന്താ കാര്യം? ഈ മെസ്സിയെ മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? മെസ്സി മാത്രമല്ല കളിക്കണേ, ബാക്കിയുള്ളവരും കളിക്കണ്ടല്ലോ.
കഴിഞ്ഞ കളിയിലൊക്കെ മുന്നേറ്റം മൊത്തം പന്തെത്തിച്ച് മെസ്സി കൊടുക്കുമായിരുന്നു, 3 ഗോൾ അടിച്ചു. ഇത്തവണ ഇത്തവണ എന്താ ബാക്കിയുള്ള ഇപ്പോഴും ഇല്ല, ഇനി 3 അടിക്കും, ഇനി അടിക്കും, എല്ലാരും അടിപൊളിയാണ്. കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഗോളുകൾക്ക് ജയിക്കും എന്നാണ് പറയുന്നത്. ഒരു 3-0 അതേ സ്കോർ അർജന്റീന. ആരെ തോക്കെന്ന് പറഞ്ഞു? അർജന്റീന പൊട്ടു. അതെന്താ കാര്യം? ഉറപ്പാ. നിങ്ങളേതാ, ബ്രസീലാണോ? പോർച്ചുഗൽ. ഇത്രയും അർജന്റീനക്കാരുടെ നടുവിലാണ് ഇന്നെന്തായാലും പൊട്ടു. അതെന്താ പൊട്ടണമെന്നാണ് ആഗ്രഹം? പോർച്ചുഗൽ പക്ഷെ ആകെ തകർന്നു പോയില്ല കഴിഞ്ഞ കളി. അടുത്ത കളി അതിനെക്കാട്ടും അടിപൊളിയായിട്ട് ഈ റൊണാൾഡോയ്ക്ക് പന്ത് പോലും കൊടുക്കുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന പരാതി അല്ലേ? അടുത്ത കളി മാറും, പന്ത് കൊടുക്കും. അടുത്ത കളി മാറായി നമ്മള് ജയിക്കൂ. ഈ കളി തുടങ്ങുമ്പോ ഇയാളെ എന്ത് ചെയ്യും നിങ്ങളെല്ലാം കൂടെ? എന്തായാലും ആരാധകരിങ്ങനെ ഇതുണ്ടോ, ഉണ്ട് മറ്റേ കൊടി ഒക്കെ ആയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് ഇന്നത്തെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഒരു 3-0 കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൽ തന്നെ കളി. നിങ്ങളിപ്പോ കളി തുടങ്ങാൻ ഇനി ഒത്തിരി നേരം ഉണ്ടല്ലോ, എന്ത് ചെയ്യും? ഈ 2-2.5 മണിക്കൂറുണ്ട്. എവിടാണ്? ഇവിടെ തന്നെയാണ് കൊമ്മേരി. ലേറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറായില്ല, അത്ര ഫാൻസിനോണ്ട് അടിയിക്കും. ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു ആവേശം വേറെ ആയിരിക്കും അല്ലേ? അത് വേറെ തന്നെ, എല്ലാരും കൂടി വന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അടിപൊളി. പിന്നെ ഇതാ ഓരോന്നും ഇങ്ങനെ ഉണ്ടാവല്ലോ ഒറ്റയ്ക്കുള്ളേ, അതിനൊക്കെ നോക്കുമ്പോ വേറെ. എന്താണ് പ്രതീക്ഷ? ജയിക്കും. പക്ഷേ അൾജീരിയക്കാളിലും കരുത്തരായ ടീമാണ്. കഴിഞ്ഞ കളി അവർ ജയിച്ച ടീമാണ്. പക്ഷെ അർജന്റീന ജയിച്ചാണല്ലോ, അപ്പൊ അർജന്റീന ജയിക്കും. മെസ്സി ഇന്നും സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഹാട്രിക്. ക്ലോസയുടെ ഗോളിനൊപ്പമാണ് എത്തി നിൽക്കുന്നത് അല്ലേ? 16 എന്ന മാജിക് നമ്പറാണ്. ഇത് കഴിഞ്ഞാൽ ലോകകപ്പില് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ആളായിട്ട് ഒറ്റയ്ക്ക് നേടാൻ പോവാണ്. അതെ. ആ ദിവസം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും കൊടിയൊക്കെ വീശിയിരിക്കുകയാണ്. ഇത്രയും നേരത്തെ തന്നെ എത്തിയിരിക്കുന്ന കാണികളെ നമുക്ക് കാണാൻ കഴിയും. പറയുമോനെ, ഇന്നെന്താണ് പ്രതീക്ഷിക്കുന്നത്? നല്ല ഏകപക്ഷീയമായിട്ട് ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. ഏകപക്ഷീയമായ വിജയമായിരിക്കും. ഓസ്ട്രിയ കുറച്ചുകൂടെ നല്ല ടീമല്ലേ? നല്ല ടീമാണ്, പക്ഷെ അൾജീരിയന്റെ അത്ര എത്തൂലെന്നാ തോന്നുന്നത്. അൾജീരിയനെക്കാട്ടും ഓലെക്കാട്ടും നല്ല കളിയിൽ ജയിക്കാൻ കഴിയുന്ന തോന്നുന്നത്. അതിനേക്കാൾ കൂടുതൽ മാർജിൻ ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. പലതരത്തിലുള്ള ആളുകളാണ് അവർ ഇപ്പോൾ നമുക്ക് കാണാമല്ലോ. ഈ ഗ്യാലറി ഇപ്പോൾ തന്നെ ഏതാണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അതിന്റെ മുകൾ ഭാഗം ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. താഴെ തട്ടിലേക്ക് മാത്രമാണ് ഇനി ആളുകൾക്ക് ഇരിക്കാൻ കിടക്കുക. കഴിഞ്ഞ ദിവസങ്ങളെക്കാളിലൊക്കെ സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ന് പ്രത്യേകമായി വിശിഷ്ടാതിഥികളൊക്കെ കളി കാണാനായി എത്തുന്നു. ഈ പുതിയ പാലത്തെ ആവേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ന്യൂസ് 18-ലൂടെയൊക്കെ അടക്കം കണ്ടതോടുകൂടി ഇവിടെ നിന്ന് കളി കാണുക എന്നത് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലുള്ളവർ ഒരു ആവേശമായി മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് പേര് ഇന്ന് കളി കാണാൻ എത്തും. എന്തായാലും ആവേശം വളരെ ഉച്ചത്തിൽ ആയിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു മിനി സ്റ്റേഡിയം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇവിടം നിറയാൻ തന്നെ സാധ്യതയുണ്ട്. ആളുകൾ നേരത്തെ തന്നെ കാലേക്കൂട്ടി സീറ്റുകൾ കരസ്ഥമാക്കി ഇവിടെ വന്ന് ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലോ അനീഷ്, ഈ നേരത്തെ തന്നെ എത്തിയിരിക്കുന്ന ആരാധകരെ കണ്ടു. അവർ ഇനി മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ട് വന്നെന്ന് വിചാരിക്കാം. എന്നാലും അനീഷ് അർജന്റീന ജേഴ്സി ഒക്കെ അണിഞ്ഞെത്തിയിട്ടുണ്ടല്ലോ. അനീഷിന്റെ ഒരു പ്രഡിക്ഷൻ എന്താ? അനീഷ് ഒരു അർജന്റീന ഫാൻ അല്ലേ? എന്താണ് അനീഷിന്റെ ഇന്നത്തെ എക്സ്പെക്ടേഷൻ? എൽദോ, നമ്മളൊരു കടുത്ത അർജന്റീനൻ ആരാധകരാണ്. ഇന്ന് ജേഴ്സിയൊക്കെ ഇട്ട് തന്നെ കളി കാണാൻ എത്താമെന്ന് വിചാരിച്ചു. ഈ വലിയൊരു ജനക്കൂട്ടത്തിനൊപ്പം കളി കാണുന്നത് ഒരു പ്രത്യേക ആവേശമാണ്. നമ്മൾ വീട്ടിലിരുന്നോ മുറിയിലിരുന്നോ ഒക്കെ കളി കാണുന്നതിനേക്കാൾ ഒരു 10 മടങ്ങ് ആവേശം നൽകുന്ന കാഴ്ചയാണ് ഒരു സ്റ്റേഡിയത്തിലിരുന്ന് തന്നെ. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ന് കഴിഞ്ഞ കളിയുടെ ഒരു തനിയാവർത്തനം തന്നെ വരുമെന്നാണ്. പക്ഷേ അൾജീരിയക്കാൾ കരുത്തരായ ടീമാണ് ഓസ്ട്രിയ. അവർ കഴിഞ്ഞ കളി വിജയിച്ച ആളുകളാണ്. അവർക്ക് കരുത്തുള്ള ഒരുപാട് താരങ്ങളുണ്ട്. പ്രത്യേകിച്ചും അർജന്റീനയുടെ മുന്നേറ്റ നിരയെ പരീക്ഷിക്കാൻ തക്കവണ്ണം ശേഷിയുള്ള താരങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഓസ്ട്രിയ. അതുകൊണ്ട് അത്ര ഒരു അനായാസമായ വിജയം നമുക്ക് നേടാൻ കഴിയുമോ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഒപ്പം മാർക്കോ അർണോട്ടോവിച്ചിനെ പോലുള്ള ചില താരങ്ങളുണ്ട്. അവരൊക്കെ വളരെ പ്രഗത്ഭരായ ആളുകളാണ്. അവർ അർജന്റീനയുടെ പ്രതിരോധ നിരയെ കീറിമുറിക്കാൻ കഴിയുന്ന ആളുകളാണ്. ഡീപ്പോളും മറ്റുമൊക്കെ അവരുടെ ഒരു കൃത്യമായ നിലവാരത്തിലേക്ക് ഉയർന്നാൽ ആലിസ്റ്ററിൻ്റെയൊക്കെ പ്രകടനം മെച്ചപ്പെടുത്തി കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടെയൊക്കെ
മെച്ചപ്പെടുത്തിയാൽ മാത്രമേ വളരെ അനായാസമായ ഒരു വിജയം എന്ന രീതിയിലേക്ക് പോകാൻ കഴിയൂ. പലപ്പോഴും ഒരു ഏകപക്ഷീയമായ വിജയമെന്നോ കളിയെന്നോ നമുക്ക് ഈ മത്സരത്തെ ഒരിക്കലും കരുതാൻ കഴിയില്ല. കാരണം ലോകകപ്പാണ്, അങ്ങേയറ്റം സമ്മർദ്ദമുള്ള, അല്ലെങ്കിൽ എല്ലാ എതിരാളികളും ചെറു രാജ്യങ്ങൾ പോലും ഇപ്പോൾ വളരെ വലിയ പ്രകടനം നടത്തുന്ന ഒരു കാലമാണ്. എങ്ങനെയുണ്ട് ഇതിപ്പോൾ കളി തുടങ്ങാൻ ഇനിയും 2-2.5 മണിക്കൂറുണ്ട്. നേരത്തെ പോകുന്നില്ല? നേരത്തെ പോകുന്നു, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല അങ്ങോട്ട്, ഭാഗത്തേക്ക് പോലും അടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ കളി കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ കളി എന്തായാലും കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ കളി ഭയങ്കര ആവേശകരമായിരുന്നു. അതെ, ഇപ്രാവശ്യം ഒരു ഹാട്രിക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ ഹാട്രിക്കോ? ഹാട്രിക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ നല്ല ടീമാണ്, പക്ഷെ ജയിക്കുമായിരിക്കും. 2 ഹാട്രിക്കൊക്കെ നടക്കുമോ? മെസ്സി അല്ലേ, നടക്കും. അല്ല, അപ്പൊ മെസ്സി അങ്ങ് പൂട്ടിയാലേ ഇവര് എല്ലാം. മെസ്സി അങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലോ, മെസ്സി ആണല്ലോ, മെസ്സി കൂടെ പറ്റുന്നതാണ്. പൊട്ടിച്ച് പുറത്ത് പിന്നെ തീർച്ചയായും. എങ്ങനെയാണ് ആവേശം കയറി പോന്നോ? കഴിഞ്ഞ കളി എവിടെ കണ്ടേ? വീട്ടിലാണോ കണ്ടേ? ഈ കളി കഴിഞ്ഞ കളി ജയിച്ചതിന്റെ ഒരു ആവേശം കണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങിയത്. എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത്? മെസ്സി ഗോൾ അടിക്കുന്ന പ്രതീക്ഷ, പക്ഷേ ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. മെസ്സി അടിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, പറ്റും. ഒരെണ്ണം അടിക്കും. എല്ലാവരും അടിക്കണം. ഒരെണ്ണം അടിച്ചാൽ ഒരു റെക്കോർഡ് എത്തുക, അതായത് ലോകകപ്പിൽ ഏറ്റവും ഗോൾ നേടുന്ന അല്ലെ, ആ റെക്കോർഡ് കാണാൻ പൊട്ടിക്കട്ടെ. പൊട്ടിക്കും. റൈറ്റ്. പൊട്ടിക്കും എന്നാണ് പറയുന്നത്. കാരണം അതെ, റെക്കോർഡുകളൊക്കെ സൂചിപ്പിക്കുന്നതല്ലേ അനീഷ്, ഈ ലയണൽ മെസ്സി എന്തുകൊണ്ടാണ് മെസ്സിയെ തന്നെ നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് അവർ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.